ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അടുത്ത മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്നുള്ള വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാഠം 2, കുഞ്ഞേ ശാന്തനാകൂ. എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ലേ? ഇവിടെ നോക്കുക. എന്തെങ്കിലും ഒരു ചിത്രം കാണുന്നുണ്ടോ അവിടെ? എന്താണ് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ അവിടെ? ഒരു രാജാവിനെ കാണുന്നുണ്ട്. ഓക്കെ, ഒരു രാജാവിനെ പോലെ വസ്ത്രധരിച്ചിട്ടുള്ള ഒരാള്. ഓക്കെ, പിന്നെ ഒരു ആരിയ്ക്കുന്നുണ്ട് ഇവിടെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഋഷി, ഒരു സന്യാസിനെ പോലെയൊക്കെ ഒരാളോട് ഇരിക്കുന്നുണ്ട് അല്ലേ? പിന്നെ കുറച്ച് ആൾക്കാരും, അവർ ശിഷ്യന്മാരായിട്ട് കുറച്ച് ആൾക്കാരും കാണുന്നുണ്ട്. ഈ മഹത് വ്യക്തി ആരാന്നറിയോ? ഇവരാണ് ബുദ്ധൻ. ആരാണ്? ബുദ്ധൻ. ഓക്കെ, ബുദ്ധദേവൻ നമ്മുടെ ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട് അല്ലേ? അതായത് ഹിന്ദു മതമുണ്ട്, മുസ്ലിം മതമുണ്ട്, ക്രിസ്ത്യൻ മതമുണ്ട്. അതേപോലെ ഒരു മതമാണ് ബുദ്ധമതം. ഓക്കെ, ഈ ബുദ്ധമതത്തിന്റെ സ്ഥാപകനാണ് ഈ ബുദ്ധദേവൻ. അതായത് ഗൗതമ ബുദ്ധൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശരിക്കത്തെ പേര് ഗൗതമ സിദ്ധാർത്ഥൻ എന്നാണ്. പക്ഷേ പിന്നീട് അത് ഗൗതമ ബുദ്ധനാണ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തെ. അപ്പൊ എന്താണ്? ഒരു ലോകത്തിലെ ഒരു മതമാണ് ബുദ്ധമതം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ, അതായത് ഗൗതമ ബുദ്ധനെ കുറിച്ചിട്ടുള്ള അദ്ദേഹം എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു, അയാളുടെ ബുദ്ധമതം എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചത്, ഇങ്ങനെയുള്ള കാര്യത്തിന്റെ ഒരു ചെറിയ സന്ദർഭം വിശദീകരിക്കുന്നതാണ് ഈ പാഠഭാഗത്തിലുള്ളത്. നമുക്ക് ഈ പാഠഭാഗം വായിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നോക്കാലോ? എല്ലാവരും തയ്യാറല്ലേ? അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ കേട്ടോ. എടുത്തോ? അപ്പോ പാഠം 2, കുഞ്ഞേ ശാന്തനാകൂ. പാഠം 2, കുഞ്ഞേ ശാന്തനാകൂ. ഓക്കെ, തുടങ്ങാം. നോക്കാം. രാജാവായി കഴിഞ്ഞപ്പോൾ ശൂരസേനന് ഒരു ആഗ്രഹം. ഇനി ചക്രവർത്തിയാകണം. എന്താണ് അതിനുള്ള മാർഗം? മന്ത്രിമാരുമായി രാജാവ് കൂടിയാലോചിച്ചു. അവർ സംശയമില്ലാതെ പറഞ്ഞു, രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടണം, അയൽ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കണം, എത്ര പേർ മരിച്ചാലും പിന്മാറരുത്. ശൂരസേനൻ ഉപദേശം കൈക്കൊണ്ടു. അയൽ രാജ്യങ്ങൾ ഒന്നൊന്നായി ആക്രമിച്ച് കീഴടക്കി. ആദ്യം എന്താണ് പറയുന്നത്? ആദ്യത്തെ പാരഗ്രാഫില് എന്താണ്? രാജാവായി കഴിഞ്ഞപ്പോൾ ശൂരസേനന് ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ആരാണ് രാജാവ്? ഇവിടെ ആരാണ് രാജാവ്? രാജാവിന്റെ വേഷത്തിൽ നിൽക്കുന്ന ആരാണ്? ശൂരസേനൻ. ആരാണ്? ശൂരസേനൻ. ഇനി ചക്രവർത്തി ആകണം. അതായത് ശൂരസേനൻ ഒരു രാജാവാണ്, പക്ഷെ ചക്രവർത്തി ആവണം പറഞ്ഞ എന്താണ് ഈ ചക്രവർത്തി? രാജാവ് പറഞ്ഞ കിങ് ആണ് അല്ലേ? ചക്രവർത്തി പറഞ്ഞ എംപറർ. എന്താണ്? എംപറർ. അതായത് ആ രാജ്യം മൊത്തം ഭരിക്കാനുള്ള കഴിവ് ആർക്ക് വേണം? ശൂരസേനന് വേണം. അതായത് ചക്രവർത്തി ആവണം. അതിനായി ശൂരസേനൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു. അങ്ങനെ ഇരിക്കെ അതിനുള്ള മാർഗം എന്താണ്? അതിനുള്ള വഴി എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചു. മന്ത്രിമാരുമായി രാജാവ് കൂടിയാലോചിച്ചു. അതായത് ശൂരസേനൻ എന്ത് ചെയ്തു? മന്ത്രിമാരെയൊക്കെ വിളിപ്പിച്ചിട്ട് അതിനായി എനിക്ക് ചക്രവർത്തി ആവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എല്ലാവരുമായി കൂടി ആലോചിച്ചു. അതായത് കൂടി ഒന്ന് ചർച്ച ചെയ്തു. അവൻ സംശയമില്ലാതെ പറഞ്ഞു. ഒരു സംശയമില്ലാതെ പറഞ്ഞു. എന്താ പറഞ്ഞത്? രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടണം. എന്താണ് രാജ്യത്തിന്റെ വിസ്തൃതി? അതായത് രാജ്യം കുറച്ചുകൂടെ വലുതാക്കണം. അതിനുവേണ്ടി മറ്റുള്ള രാജ്യത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അവരെയൊക്കെ കൊന്ന് കീഴടക്കി അവരുടെ ഭരണം കൂടെ നമ്മളിലേക്ക് എടുത്ത് നമ്മൾ അവരുടെ രാജ്യം ഭരിക്കുന്നത് പോലെ ആവണം. അതിനായി വിസ്തൃതി കൂട്ടണം എന്നാണ് മന്ത്രിമാരൊക്കെ പറഞ്ഞത്. അപ്പൊ എന്താണ്? എത്ര പേര് മരിച്ചാലും, അതായത് യുദ്ധം ചെയ്യുന്നതിൽ എത്ര പേര് മരിച്ചാലും അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റു അയൽ രാജ്യങ്ങൾ കീഴടക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞു. ശൂരസേനൻ ഉപദേശം കൈക്കൊണ്ടു. അവര് പറഞ്ഞ ഉപദേശം കൈക്കൊണ്ടു പറഞ്ഞ എന്താണ്? ഓക്കെ, സമ്മതിച്ചു. ശരി, എത്ര പേര് മരിച്ചാലും നമ്മൾ പിന്മാറുന്നില്ല, നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അത് കൈക്കൊണ്ടു. അയൽ രാജ്യങ്ങൾ ഒന്നൊന്നായി ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ ശൂരസേനൻ യുദ്ധം തുടങ്ങി. അയൽ രാജ്യത്തുള്ള കുറെ രാജ്യങ്ങള് കീഴടക്കി. ശൂരസേനന്റെ ശക്തിയും ധൈര്യവും പ്രസിദ്ധമായി പേര് കേട്ടു. അതായത് അയൽ രാജ്യക്കാരെല്ലാവരും പറയാൻ തുടങ്ങി, ഇതാ ശൂരസേനൻ എല്ലാ അയൽ രാജ്യങ്ങളൊക്കെ കീഴടക്കിയിരിക്കുന്നു. എല്ലാവർക്കും പേടി തുടങ്ങി. ഞങ്ങളുടെ രാജ്യത്തിൽ വന്ന് കീഴടക്കാൻ വരുമോ, യുദ്ധത്തിനായി വരുമോ എന്ന് എല്ലാവർക്കും പേടി തോന്നി. എല്ലാവരും ആ പേര് ഭയന്നു. പേടി തോന്നി അല്ലേ? പേടിച്ചു. അക്കാലത്ത്
അക്കാലത്ത് ഒരു ദിവസം ശൂരസേന മഹാരാജാവ് ആയോധന കാര്യങ്ങൾ നേരിട്ടറിയാൻ ഒരു കാട്ടിലൂടെ പോവുകയായിരുന്നു. അത്ര വേഗത്തിലല്ലാതെ കുതിര സഞ്ചരിച്ചു കൊണ്ടിരുന്നു. വനത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് രാജാവ് എത്തിക്കാണും. ആ കാഴ്ച കണ്ട് രാജാവ് കുതിരയെ നിർത്തി. ആകാശത്ത് കുട വീശി നിൽക്കുന്ന ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു സന്യാസി ഇരിക്കുന്നു. ചുറ്റും ശിഷ്യന്മാരുമുണ്ട്. രാജാവ് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. സന്യാസിയുടെ ഇരിപ്പ് രാജാവിന് അത്ര ഇഷ്ടമായില്ല. കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുകയാണ് മഹർഷി. അപ്പൊ എന്താ നോക്കാം. അക്കാലത്ത്, അതായത് ആ സമയത്ത്, ശൂരസേനൻ ജീവിച്ചിരുന്ന ആ സമയത്ത്, അക്കാലത്ത് ഒരു ദിവസം ശൂരസേന മഹാരാജാവ് ആയോധന കാര്യങ്ങൾ നേരിട്ടറിയാൻ ഒരു കാട്ടിലൂടെ പോവുകയാണ്. എന്താണ് ആയോധന കാര്യങ്ങൾ? അതായത് നമ്മൾ കുറച്ച് ഒരു കാര്യത്തിൽ ഏർപ്പെടുന്ന മുമ്പിൽ മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അല്ലേ? കുറെ നോംസ്, കുറെ കാര്യങ്ങൾ നമ്മൾ മുന്നൊരുക്കങ്ങളായി ചെയ്യാനുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കാട്ടിലൂടെ യാത്ര പോവുകയായിരുന്നു. ആ യാത്ര പോകുന്ന സമയത്ത് അത്ര വേഗത്തിലല്ലാതെ, അതായത് കുതിരയായിട്ട് അത്രയും വേഗത്തിലൊന്നും അല്ല പോകുന്നത്, പതുക്കെ കുതിര പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുക, യാത്ര ചെയ്യുക, സഞ്ചരിച്ചുകൊണ്ടിരുന്നു. വനത്തിന്റെ ഏതാണ്ട് മധ്യഭാഗം പറഞ്ഞ എന്താണ്, ഇടയിൽ, അതായത് കാടിന്റെ നടുവിലെത്തിയപ്പോ രാജാവ് എത്തിക്കാണും. ആ കാഴ്ച കണ്ട് രാജാവ് കുതിരയെ നിർത്തി. ഒരു കാഴ്ച കണ്ടു അവിടെ ആ കാടിന്റെ നടുവിലായിട്ട് ഒരു കാഴ്ച കണ്ടപ്പോൾ രാജാവ് എന്ത് ചെയ്തു? കുതിര അവിടെ നിർത്തി. ആകാശത്ത് കുട വീശി നിൽക്കുന്ന ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു സന്യാസി ഇരിക്കുന്നു. എന്താണ് ആകാശത്ത് കുട വീശി നിൽക്കുക? ആൽമരം കണ്ടിട്ടുണ്ടാവും അല്ലേ എല്ലാവരും? എങ്ങനെയുണ്ടാവും ആൽമരം? നല്ല കട്ടിയായിട്ട്. പിന്നെ എങ്ങനെയുണ്ടാവും? കുട വീശി നിൽക്കുക, കുട പോലെ ഇങ്ങനെ ചുറ്റും പടർന്ന് നിൽക്കുന്നതായിരിക്കും അല്ലെ ആൽമരം? അപ്പൊ അതുപോലെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ താഴെ ഒരു സന്യാസി ഇരിക്കുന്നു. ആരിയ്ക്കുന്നു അവിടെ? സന്യാസി ഇരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ചിത്രത്തില്? ആ സന്യാസി ഇരിക്കുന്നു. ചുറ്റും ശിഷ്യന്മാരുമുണ്ട്. രാജാവ് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. എന്താണ് ഈ കാഴ്ച കണ്ടപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് രാജാവ് പതുക്കെ ഇറങ്ങി. സന്യാസിയുടെ ഇരിപ്പ് രാജാവിന് അത്ര ഇഷ്ടമായില്ല. സന്യാസിയുടെ ഇരിപ്പ് രാജാവിന്, ശൂരസേനന് അത്ര ഇഷ്ടമായില്ല. അപ്പോ കണ്ണടച്ച് ധ്യാനത്തിലായിരുന്നു മഹർഷി. അയാൾ എന്ത് ചെയ്യായിരുന്നു? കണ്ണടച്ച് ധ്യാനത്തിൽ പറഞ്ഞാൽ എന്താണ്? മെഡിറ്റേഷൻ നമ്മൾ കണ്ണടച്ചിട്ടിരിക്കില്ല, അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ മഹർഷി. രാജാവ് സന്യാസിയുടെ അരികിൽ ചെന്നു. അലറിക്കൊണ്ട് പറഞ്ഞു. എന്താണ്? രാജാവ് സന്യാസിയുടെ അടുത്ത് ചെന്നിട്ട് അലറിക്കൊണ്ട് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഹേ സന്യാസി, രാജ്യത്തുള്ള എല്ലാവരും അധ്വാനിക്കുന്നു, ഓരോരുത്തരും യുദ്ധസന്നദ്ധരായി നിൽക്കുന്നു. അപ്പോൾ താങ്കൾ കുറെ ചെറുപ്പക്കാരെ മടിയന്മാരാക്കി ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് ശരിയല്ല. അതിനുള്ള ശിക്ഷ താങ്കൾ അനുഭവിക്കണം. ഇത് ശൂരസേന മഹാരാജാവിന്റെ വാക്കാണ്. എന്താണ് പറഞ്ഞത്? എന്താണ് ഷൗട്ട് ചെയ്തിട്ട് അലറിക്കൊണ്ട് എന്താണ് പറഞ്ഞത് സന്യാസിയോട്? ഹേ സന്യാസി, അല്ലയോ സന്യാസി, രാജ്യത്തുള്ള എല്ലാവരും അധ്വാനിക്കുന്നു. അതായത് എൻ്റെ രാജ്യത്തുള്ള എല്ലാവരും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ്? ഓരോരുത്തരും യുദ്ധസന്നദ്ധരായി നിൽക്കുന്നു. അതായത് യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി, ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് സന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടെ? താങ്കൾ കുറെ ചെറുപ്പക്കാരെ, അതായത് ആ സന്യാസി കുറെ ശിഷ്യന്മാരെയൊക്കെ നിർത്തി അവരെ മടിയന്മാരാക്കി, ഒന്നും ചെയ്യാത്ത മടിയന്മാരാക്കി നിർത്തല്ലേ എന്നാണ് ആര് ചോദിച്ചത്? ശൂരസേനൻ ആരോട് ചോദിച്ചു? സന്യാസിയോട് ചോദിച്ചു. അതിനുള്ള ശിക്ഷ താങ്കൾ അനുഭവിക്കണം. നിങ്ങൾ ഇങ്ങനെ കുറെ പേരെ മടിയന്മാരാക്കി നിർത്തിയിട്ടില്ലേ ശിഷ്യന്മാരെ? അപ്പൊ അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞു. ഇത് ശൂരസേന മഹാരാജാവിന്റെ വാക്കാണ്, എൻ്റെ വാക്കാണ്. നിങ്ങൾ എന്തായാലും ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞ് നിർത്തി. രാജാവിന്റെ അട്ടഹാസം കേട്ട് ചെറുപ്പക്കാരായ ശിഷ്യന്മാർ ഭയന്നു വിറച്ചു. അവിടെ സന്യാസിയുടെ അടുത്ത് കുറെ ശിഷ്യന്മാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇത് കേട്ടതും, ഈ അലറിക്കൊണ്ടുള്ള പറച്ചിൽ കേട്ടതും ആ ശിഷ്യന്മാരെല്ലാവരും ഭയന്നു വിറച്ചു. അതായത് പേടിച്ച് വിറച്ചു. അട്ടഹാസം എന്താണ്? പൊട്ടിച്ചിരിയും ഭയങ്കര ചിരിച്ച് ദേഷ്യത്തോടു കൂടെയുള്ള ഈ പറച്ചിൽ കേട്ടപ്പോൾ എന്താണ്? ശിഷ്യന്മാരെല്ലാവരും പേടിച്ചു. സന്യാസിയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. സമയത്തിനു ശേഷം അദ്ദേഹം കണ്ണു തുറന്നു. രാജാവിനെ ഒന്ന് നോക്കി. വീണ്ടും കണ്ണടച്ച് ധ്യാനത്തിലായി. രാജാവിന് ദേഷ്യം ഇരട്ടിച്ചു. എന്താണ്? രാജാവിന്റെ അട്ടഹാസമൊക്കെ കേട്ട് അവരൊക്കെ ശിഷ്യന്മാരൊക്കെ പേടിച്ചതിന് ശേഷം സന്യാസിയിൽ ആ സമയത്ത് ഒരു മാറ്റവും ഉണ്ടായില്ല. അതായത് ഇത്രയൊക്കെ അട്ടഹസിച്ചും ഇത്രയൊക്കെ അലറിക്കൊണ്ടും സന്യാസിക്ക് ഒരു മാറ്റം തന്നെ ഉണ്ടായില്ല. അല്പസമയത്തിന് ശേഷം അദ്ദേഹം കണ്ണു തുറന്നു. കുറച്ച് സമയത്തിന് ശേഷം സന്യാസി പതുക്കെ കണ്ണു തുറന്ന് നോക്കി. രാജാവിനെ ഒന്ന് നോക്കി. വീണ്ടും കണ്ണടച്ച്
ധ്യാനത്തിലായി. ആരാണ് ഇങ്ങനെ ചെയ്ത് അലറിയതെന്ന് ഒന്ന് നോക്കിയിട്ട് അയാൾ വീണ്ടും കണ്ണടച്ച് ധ്യാനത്തിലേക്ക്, അതായത് മെഡിറ്റേഷനിൽ മുഴുകി. അപ്പോൾ ഇത് കണ്ടതും ശൂരസേനന് ദേഷ്യം എന്ത് ചെയ്തു? ഇരുട്ടിച്ചു. ഒന്നുകൂടെ കൂടുകയാണ് ചെയ്തത്. ആദ്യം തന്നെ ദേഷ്യത്തിലായിരുന്നു, പിന്നെ ഒന്നുകൂടെ ദേഷ്യം കൂടി. കണ്ണടച്ച് അധ്വാനിക്കാതിരിക്കുന്ന ഇത്തരം കള്ളന്മാരെ ഒരു പാഠം പഠിപ്പിക്കും ഞാൻ. രാജാവ് താമസനെ കഠിനമായി ശകാരിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. രാജാവിന്റെ സ്വരം താഴ്ന്നു, വാക്കുകളുടെ വേഗവും കുറഞ്ഞു. അപ്പോൾ സന്യാസി കണ്ണു തുറന്നു, വളരെ ശാന്ത സ്വരത്തിൽ പറഞ്ഞു. എന്താണ്? കണ്ണടച്ച് അധ്വാനിക്കാതിരിക്കുന്ന ഇത്തരം കള്ളന്മാർ. എന്താണ് പറഞ്ഞത്? കണ്ണടച്ച്. ആരാണ് കണ്ണടച്ചിരിക്കുന്നത്? ഇവിടെ സന്യാസിയാണ് അല്ലേ? അപ്പൊ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കള്ളന്മാരെ ആരും ഒരു പാഠം പഠിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് കഠിനമായി ശകാരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? വഴക്ക് പറഞ്ഞു. കഠിനമായിട്ട് വഴക്ക് പറഞ്ഞിട്ട് ആരും ഒന്നും മിണ്ടില്ല. ആ സമയത്ത് ആരും തന്നെ ഒന്നും മിണ്ടില്ല. അപ്പോൾ രാജാവിന്റെ സ്വരം താഴ്ന്നു. ഒന്നും ആരും, ചുറ്റുമുള്ള ആരും സന്യാസിയും ഒന്നും പറയാതിരുന്നപ്പോൾ രാജാവിന്റെ സ്വരം കുറച്ച് താഴ്ന്നു. വാക്കുകളുടെ വേഗവും കുറഞ്ഞു. ആദ്യം വളരെ വേഗത്തിലാണ് കുറെ ശകാരിച്ചത്, പക്ഷെ ഒന്നും ആരും മിണ്ടാതിരുന്നപ്പോൾ എന്തായി? തനിയെ വാക്കുകളുടെ വേഗം കുറഞ്ഞു. അപ്പോൾ സന്യാസി കണ്ണു തുറന്നു, വളരെ ശാന്ത സ്വരത്തിൽ പറഞ്ഞു. എന്താണ്? അപ്പോൾ പതുക്കെ ഈ സ്വരമൊക്കെ കുറഞ്ഞപ്പോൾ പതുക്കെ സന്യാസി കണ്ണു തുറന്നിട്ട് വളരെ ശാന്ത സ്വരത്തിൽ പറഞ്ഞു. എന്താണ്? കാമായിട്ട് പതുക്കെ പറഞ്ഞു, എന്റെ കുഞ്ഞെ, എന്താ ഇങ്ങനെ? നീ വല്ലാതെ ക്ഷീണിച്ചല്ലോ. ഇതാ ഈ കമണ്ടലുവിൽ നിന്ന് അല്പം ജലം പാനം ചെയ്യുക. എന്താണ് പറഞ്ഞത്? എന്റെ കുഞ്ഞെ, എന്റെ കുഞ്ഞെ, നീ എന്താ ഇങ്ങനെ, എന്തിനാ ഇങ്ങനെ അലറുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്? നീ വല്ലാതെ ക്ഷീണിച്ചല്ലോ. നീ ക്ഷീണിച്ചിട്ടാണല്ലോ വരുന്നത്. ഇതാ ഈ കമണ്ടലു. എന്താണ് ഈ കമണ്ടലു? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ഈ സന്യാസിന്റെ അടുത്തൊരു പാത്രം കാണുന്നില്ലേ? അതിനാണ് കമണ്ടലു എന്ന് പറയുക. ഓക്കെ, ആ കമണ്ടലുവിൽ നിന്ന് കുറച്ച് വെള്ളം പാനം ചെയ്യൂ, അതായത് വെള്ളം കുടിക്കൂ എന്നാണ് പറഞ്ഞത്. ശരിക്കും കാട്ടിലെ യാത്രയൊക്കെ കഴിഞ്ഞ് യാത്രയിലൂടെ ആയിരുന്നു അല്ലേ രാജാവ്? ശരിക്കും രാജാവ് ക്ഷീണിച്ച് തന്നെയായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു. മൃദുവായ ആ ശബ്ദത്തിനു മുന്നിൽ രാജാവ് പരുങ്ങി. അതായത് അത്രയും ശാന്തനായിട്ടാണ് സന്യാസി ശൂരസേനോട് പറഞ്ഞത് അല്ലെ. ഇത്രയൊക്കെ ദേഷ്യം കാണിച്ചിട്ടും അത്രയും ശാന്തനായി പറഞ്ഞതുകൊണ്ട് ആ സ്വരത്തിന് മുന്നിൽ രാജാവ് ഒന്ന് പരുങ്ങി. അതായത് അയാൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞില്ല. സന്യാസി പറഞ്ഞത് ശരിയാണ്, യാത്രാക്ഷീണമുണ്ട്. തൊണ്ടയിളക്കി ഉറക്കി കുടിച്ചു. എന്താ ആശ്വാസം, നല്ല ഉന്മേഷം വന്നിരിക്കുന്നു. മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് രാജാവ് ഉത്തരീയം കൊണ്ട് തുടിച്ചു. അപ്പോൾ സന്യാസി പറഞ്ഞു, പ്രഭു, ധൃതിയില്ലെങ്കിൽ ഈ തണലിൽ വിശ്രമിക്കാം. അറിയാലാണിത് ശ്രേഷ്ഠമരം, പ്രാണവായു ധാരാളം, എല്ലാ ക്ഷീണവും പമ്പ കടക്കും. ശൂരസേന മഹാരാജാവിൽ വിഷമം വർദ്ധിച്ചു. താൻ പറഞ്ഞ ശകാരങ്ങൾ ഈ ഋഷി കേട്ടില്ലെന്നുണ്ടോ? രാജാവ് പതുക്കെ പറഞ്ഞു. എന്താണ്? സന്യാസി പറഞ്ഞത് ശരിയാണ്. അയാൾക്ക്, ശൂരസേന രാജാവിന് ക്ഷീണമുണ്ട്. തൊണ്ടയിളക്കി ഉറക്കി സംസാരിക്കുകയും ചെയ്തു അല്ലേ. അയാൾക്ക് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? സന്യാസിനെ കുറച്ച് ശകാരിച്ചു. അതായത് തൊണ്ടയിളക്കി മീൻസ് നല്ലോണം ഷൗട്ട് ചെയ്യുന്ന സമയത്ത് തൊണ്ട വേണമെങ്കില്ല, അതുപോലെ തൊണ്ടയിളക്കി കുറെ സംസാരിച്ചു. കണ്ടം വരണ്ടു. എന്താണ് കണ്ടം? കണ്ടം പറഞ്ഞാൽ തൊണ്ട, അത് വരണ്ടു, തൊണ്ട വരണ്ടു. മടിച്ചാണെങ്കിൽ അല്പം ജലം കുടിച്ചു. മടിച്ചാട്ടാണെങ്കിലും, അതായത് സന്യാസി തന്നതാണ്, കുറച്ച് മടിയൊക്കെ ഉണ്ടെങ്കിലും ദേഷ്യമൊക്കെ പറഞ്ഞല്ലേ, ദേഷ്യം എന്താ പറയുക, ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞതുകൊണ്ട് കുറച്ച് മടി ഉണ്ടായിരുന്നു ശൂരസേനന്. എന്നാൽ പോലും ആ ക്ഷീണം കൊണ്ട് ആ വെള്ളം അങ്ങോട്ട് കുടിച്ചു. എന്താ ആശ്വാസം, നല്ല ഉന്മേഷം വന്നിരിക്കുന്നു. ആ വെള്ളം തൊണ്ട ഇടറി വെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷം ഉണ്ടാവും അല്ലേ. അതുപോലെ ശൂരസേന മഹാരാജാവിന് എന്ത് തോന്നി? നല്ല ഉന്മേഷം തോന്നി. മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് രാജാവ് ഉത്തരീയം കൊണ്ട് തുടിച്ചു. എന്താണ് ഉത്തരീയം? ഉത്തരീയം പറഞ്ഞാൽ എന്താണ്? രാജാവിനെ കാണുന്നുണ്ടോ? മേലെ ഒരു പച്ച കളർ ഒരു മുണ്ടിട്ടുണ്ട്, ഒരു തുണി ഇട്ടിട്ടുണ്ട് അല്ലെ, മേൽമുണ്ട് പോലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഉത്തരീയം എന്ന് പറയാം. ഉത്തരീയം കൊണ്ട് അതുകൊണ്ട് മുഖം ഒന്ന് തുടച്ചു. അപ്പോൾ സന്യാസി പറഞ്ഞു. സന്യാസി അപ്പോൾ എന്താ പറഞ്ഞത്? പ്രഭു, ധൃതിയില്ലെങ്കിൽ, ധൃതി പെട്ടെന്ന് പോകാനുള്ള ധൃതി, പെട്ടെന്ന് പോകണം എന്ന ഒരു ധൃതി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ തണലിൽ വിശ്രമിക്കാം. എന്താണ് തണലിൽ? അരയാലാണിത്. അരയാൽ പറഞ്ഞാൽ എന്താണ്? ആൽമരമാണ്. അപ്പോൾ നിറയെ തണലൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഇരിക്കാം. ശ്രേഷ്ഠ മരമാണ് അരയാൽ, ശ്രേഷ്ഠ മരമാണ്. പ്രാണവായു ധാരാളം. എന്താണ് പ്രാണവായു? നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ ശ്വസിക്കുന്ന എയർ, ഓക്സിജൻ ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ ക്ഷീണവും പമ്പ കിടക്കും. എന്ത് ക്ഷീണം ഉണ്ടെങ്കിലും കുറച്ച് വിശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാം ക്ഷീണമൊക്കെ പോവും എന്നാണ് സന്യാസി പറഞ്ഞത്. ശൂരസേന മഹാരാജാവിൽ വിഷമം വർദ്ധിച്ചു. താൻ പറഞ്ഞ ശകാരങ്ങൾ ഈ ഋഷി കേട്ടില്ലെന്നുണ്ടോ? എന്താണ്? രാജാവ് പതുക്കെ പറഞ്ഞു. അതായത് ഇതൊക്കെ പറഞ്ഞപ്പോൾ ശൂരസേന മഹാരാജാവ് ഭയങ്കര വിഷമം വർദ്ധിച്ചു.
വിഷമം തോന്നി. എന്താണ് വിഷു, ഞാൻ ഇത്രയും ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഈ ഋഷി ഇതൊക്കെ കേട്ടില്ല എന്നുണ്ടോ? എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും ശാന്തനായി സംസാരിക്കുന്നത് എന്ന് ആർക്ക് തോന്നി? ശൂരസേനന് തോന്നി. അയാൾ പതുക്കെ പറയുകയും ചെയ്തു, ഞാൻ കഠിനമായ ശകാര വാക്കുകളാണ് അങ്ങയുടെ മേൽ ചൊരിഞ്ഞത്. എന്നിട്ടും സ്നേഹത്തോടെ, അടുത്ത പേജ് മറിക്കാം കേട്ടോ, സ്നേഹത്തോടെ ശാന്തമായി അങ്ങ് എന്നോട് സംസാരിക്കുന്നു. ഇത് എങ്ങനെ സാധിക്കുന്നു? എന്താണ് ശൂരസേനൻ പറഞ്ഞത്? ഞാൻ കഠിനമായ ശകാര വാക്കുകളാണ് അങ്ങയുടെ മേൽ ചൊരിഞ്ഞത്. കഠിനമായ, ഭയങ്കര നല്ലോണം കഠിനമായിട്ടുള്ള ശകാര വാക്കുകളാണ്, ശകാര വാക്കുകൾ, ചീത്ത വാക്കുകളാണ് അങ്ങയുടെ മേൽ, നിങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞത്. പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ ശാന്തമായി എങ്ങനെ അങ്ങ് എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാണ് രാജാവ് സന്യാസിയോട് ചോദിച്ചത്. കുഞ്ഞെ, വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരു പാത്രം ഫലങ്ങൾ എനിക്ക് തന്നുവെന്ന് കരുതുക. ഞാനത് സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ പഴങ്ങൾ ആരുടേതായിരിക്കും? എന്താണ് പറഞ്ഞത് സന്യാസി? അതായത് നിങ്ങളിപ്പോ കുറച്ച് മധുരഫലങ്ങൾ, അതായത് പഴങ്ങൾ എനിക്ക് നൽകുകയാണെന്ന്, എനിക്ക് തരികയാണെന്ന് വിചാരിക്കാം. ഞാനത് സ്വീകരിച്ചില്ല. അപ്പൊ അത് ആരുടെ ആയിരിക്കും എന്നാണ് സന്യാസി ചോദിച്ചത്. അപ്പൊ എന്താണ് രാജാവ് പറഞ്ഞത്? എന്റേത് തന്നെ, അതിൽ സംശയം വേണ്ട. പഴങ്ങൾ എനിക്ക് തിരിച്ചെടുക്കേണ്ടി വരും. രാജാവ് പറഞ്ഞു, എന്താണ്, നിങ്ങൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനല്ലേ പഴം തരാൻ വന്നത്, അപ്പൊ അത് എന്റേത് തന്നെ, ഞാൻ തിരിച്ചെടുക്കും എന്നാണ് രാജാവ് പറഞ്ഞത്. അതാണ് ഇവിടെയും നടന്നത്. നിങ്ങൾ പറഞ്ഞ ദുഷിച്ച വാക്കുകളൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതിനാൽ ഞാൻ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ആ വാക്കുകൾ ആർക്കുള്ളതാണ്? എന്താണ് പറഞ്ഞത്? അതായത് അതന്നെയാണ്, ഇതേപോലൊരു കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അതായത് നിങ്ങൾ പറഞ്ഞ ദുഷിച്ച വാക്കുകൾ, ചീത്ത വാക്കുകളൊന്നും എനിക്ക് ആവശ്യമുള്ളതല്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പൊ അത് ആർക്കുള്ളതാണ് എന്നാണ് സന്യാസി ചോദിച്ചത്. അത് എനിക്കുള്ളത് തന്നെ. രാജാവ് പൊടുന്നനെ പറഞ്ഞുപോയി. എന്താണ് പെട്ടെന്ന് പറഞ്ഞു രാജാവ്? അത് എനിക്കുള്ളത് തന്നെയല്ലേ എന്ന് പറഞ്ഞുപോയി. പൊടുന്നനെ പറഞ്ഞ പെട്ടെന്ന്. ശാന്തനാകും കുഞ്ഞെ, ക്ഷോഭം ഒന്നിനും പരിഹാരമല്ല, യുദ്ധം ഒന്നും നേടിത്തരുന്നതുമല്ല. രാജ്യം വിപുലപ്പെടുത്തണമല്ലേ? അത് സ്നേഹം കൊണ്ടുമാവാം. അതാണ് എളുപ്പം. അവിടെ കൊലയില്ല, കണ്ണീരില്ല, വെറുപ്പില്ല, ശാപമില്ല. അത്തരം രാജ്യമേ എന്നും നിലനിൽക്കൂ. എന്താണ് പറഞ്ഞത്? ശാന്തനാകൂ കുഞ്ഞെ, ബി കാം, അല്ലെ? ശാന്തനാകൂ, എന്നോട് ശാന്തമാകൂ, ദേഷ്യമൊക്കെ മാറ്റൂ. എന്നിട്ട് ക്ഷോഭം ഒന്നിനും പരിഹാരമല്ല. എന്താണ് ക്ഷോഭം? ദേഷ്യം, അല്ലെ? ദേഷ്യം, ക്ഷോഭം കാണിക്കുന്ന ഒന്നിനും പരിഹാരമാവില്ല. ദേഷ്യം ഒന്നിനും തന്നെ പരിഹാരമാവില്ല. എന്താണ് പരിഹാരം? സൊല്യൂഷൻ, അല്ലെ? നമ്മളൊരു കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കില്ല. അപ്പൊ അതൊന്നിനും, ഒരു ദേഷ്യം വന്നിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. യുദ്ധം ഒന്നും നേടിത്തരുന്നതുമില്ല. യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തന്നെ നേടിത്തരുന്നില്ല. അവിടെ കൊലയില്ല, കണ്ണീരില്ല, വെറുപ്പില്ല, ശാപമില്ല. അത്തരം രാജ്യമേ നിലനിൽക്കൂ. എന്താണ് പറഞ്ഞത്? എങ്ങനെയുള്ള രാജ്യമാണ് നിലനിൽക്കും എന്ന് പറഞ്ഞത്? കൊലയില്ല, സ്നേഹം കൊണ്ട് മാത്രമേ ആക്കാൻ പറ്റുള്ളൂ. അതായത് സ്നേഹം കൊണ്ടുമാവാം. അതിന് എളുപ്പം എന്തൊക്കെയാണ്? സ്നേഹം കൊണ്ട് നമ്മുടെ രാജ്യങ്ങളൊക്കെ നമുക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അവിടെ കൊലയില്ല, കൊല ചെയ്യാൻ പാടില്ല, കണ്ണീരില്ല, വെറുപ്പില്ല, മറ്റുള്ളവർ ദേഷ്യമില്ല, മറ്റുള്ളവർ നമ്മളെ വെറുക്കില്ല, അങ്ങനെ ശാപമില്ല. അതായത് നീ നശിച്ചു പോട്ടെ എന്ന് ആരും ശാപം നമുക്ക് ഏൽക്കുന്നില്ല. അങ്ങനെയുള്ളവർ മാത്രമേ എന്താവുള്ളൂ? നല്ലൊരു രാജ്യം നിലനിൽക്കൂ എന്നാണ് സന്യാസി പറഞ്ഞത്. എന്നോട് ക്ഷമിക്കൂ ഗുരു. ഇങ്ങനെ പറഞ്ഞ് കണ്ണുനീരൊഴുക്കി ശൂരസേനൻ സന്യാസിയെ നമസ്കരിച്ചു. എന്താണ് ശൂരസേനൻ ചെയ്തത്? ഇതൊക്കെ കേട്ടതിന് ശേഷം എന്നോട് ക്ഷമിക്കൂ ഗുരു ഇങ്ങനെ പറഞ്ഞ് അതായത് കരഞ്ഞുകൊണ്ട് ക്ഷമിക്കാനായിട്ട് ശൂരസേനൻ പറഞ്ഞു. ചുറ്റും നിന്ന ശിഷ്യന്മാർ ഇങ്ങനെ മന്ത്രം പാടി. എന്താണ് ചുറ്റുമുള്ള ശിഷ്യന്മാരൊക്കെ എന്താണ് പാടിയത്? ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. മഹാരാജാവ് ശിരസുയർത്തി. തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ബുദ്ധദേവനോ? അതെ, ബുദ്ധദേവൻ തന്നെ. വനത്തിൽ വീശിയ ഇളം കാറ്റ് ആ മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു. അതായത് സാക്ഷാൽ ബുദ്ധദേവനാണ് എന്നുള്ളത് അപ്പോഴാണ് ശൂരസേനന് മനസ്സിലായത്. ഓക്കെ, നല്ല കഥയാണല്ലേ? സ്നേഹം കൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റുക, അല്ലേ? അപ്പോൾ അങ്ങനെ ശൂരസേനന്റെ ദേഷ്യവും എല്ലാം വേണ്ടാന്ന് വെച്ച് ശൂരസേനൻ നല്ലൊരു രാജാവായി ജീവിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് രാജാക്കന്മാരെ ഇങ്ങനെ ബുദ്ധദേവൻ അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾ കൊണ്ട് മാറ്റി നല്ലൊരു മനുഷ്യന്മാരാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥ ഇഷ്ടമായ എല്ലാവർക്കും
എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഓക്കെ, ഇനി ഇതിന്റെ പഠന പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ അജിത മാം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പാഠഭാഗം അറ്റ്ലീസ്റ്റ് 5 പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. മനസ്സിലാവുണ്ടോ? ആദ്യമൊന്നും ചിലപ്പോൾ വായിക്കാൻ കിട്ടില്ല, പക്ഷെ കൂട്ടി അതായത് അക്ഷരങ്ങൾ കൂട്ടി ചിഹ്നങ്ങളൊക്കെ കൂട്ടി വൃത്തിയായിട്ട് വായിക്കാൻ ശ്രമിക്കണം. ഓക്കെ, പതുക്കെ നിങ്ങളുടെ പേരൻസിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പാഠഭാഗം എന്തായാലും വായിച്ചിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 5 ടൈംസ് എങ്കിലും വായിച്ചിരിക്കണം. ഓക്കെ, സോ താങ്ക് യു.